80കളിലെയും 90കളിലെയും കുട്ടികളെ കഥകളുടെ ലോകത്തേക്ക് ആനയിച്ച പ്രധാനപ്പെട്ട കഥാപുസ്തകങ്ങളിൽ ഒന്നാണ് ബാലരമ. അന്നത്തെ കാലത്തെ കുട്ടികൾ കാത്തിരുന്നു വായിച്ചിരുന്ന പുസ്തകം. നൊസ്റ്റാൾജിയ തുളുമ്പുന്ന ആ പുസ്തകം ഇന്ന് ഏറെ മാറിയിരിക്കുന്നു. അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ആ പഴയ കുട്ടൂസനെയും ഡാഗിനിയെയും മായാവിയെയും എല്ലാം തിരികെ ഒരിക്കൽ കൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ മാഗസിൻ. 162 പേജ് വരുന്ന ഈ ജൂബിലി സപ്ലിമെന്റിൽ നമ്മളെ ആ പഴയ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഏതെല്ലാം കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. 1994 ജൂലൈയിലെ ശുപ്പാണ്ടി കുട്ടികൾ വായിച്ച് ഒരുപാട് ചിരിച്ചിരുന്ന കഥയാണ്. കാലിയ എന്ന കാക്കയുടെ കഥ. ചമതകൻ എന്ന കുറുക്കനും ഇതിലെ കഥാപാത്രമായി. മായാവി, പിന്നെ കുട്ടൂസനും ഡാഗിനിയും രാജുവും രാധയും ആ കാലത്തെ കുട്ടികളുടെ പ്രധാന കളിക്കൂട്ടുകാരായിരുന്നു. ഏതെല്ലാം കഥകൾ മറന്നുപോയാലും മലയാളികൾ ഒരിക്കലും മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന കഥയാണ് മായാവി. ിലെ സൂത്രൻ എന്ന കുറുക്കന്റെ കഥ. മന്ത്രിയുടെ കൗശലം എന്ന കഥ. 2007 ജമ്പനും തുമ്പനും. 2003 ജംഗിൾ ബുക്ക്. 1990 തലമാറട്ടെ എന്ന കഥ വായിച്ചു ചിരിക്കാത്ത കുട്ടികൾ ഉണ്ടായിരുന്നു. ശിക്കാരി ശംഭു ബാലരമ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം തേടുന്ന കഥ ഇതായിരുന്നു. അതുപോലെ ആ കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന വിജ്ഞാനപ്രദമായ പല പംക്തികളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നൊസ്റ്റാൾജിയ നിറഞ്ഞു തുളുമ്പുന്ന ബാലരമയുടെ ഈ പതിപ്പ് നമ്മുടെ പുസ്തക ശേഖരത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. പ്രധാനപ്പെട്ട കഥകളെ പറ്റി മാത്രമേ ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ. 1980 മുതലുള്ള ഒരുപാട് പംക്തികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കഥകളാണെങ്കിലും അച്ചടിച്ച അക്ഷരങ്ങൾ പുതിയതാണ് എന്നൊരു കുറവ് മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ആ പഴയ കാലത്തെ അക്ഷരങ്ങൾ തന്നെ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നൊസ്റ്റാൾജിക് ആയി തോന്നുമായിരുന്നു. എങ്കിലും മറക്കാനാവാത്ത
ആ കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ഓരോരുത്തരും വാങ്ങി സൂക്ഷിക്കേണ്ട ഒന്നാണ് ബാലരമന്റെ ഈ പതിപ്പ്.